ഏതായാലും പറഞ്ഞ് എന്തൊക്കെയോ പറയണ് എന്നുള്ളത് ഈ നൗഷാദിനൊരു പിടുത്തമല്ല കേട്ടോ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ദർസ് നടത്തുന്ന വിഷയത്തെ പരിഹസിക്കുക, ഖുർആന്, ഹദീസ്, തിരുസുന്നത്തുകൾ, അതുപോലെ ഫിഖ്ഹുകൾ, ഇതെല്ലാം ദർസ് നടത്തുന്ന ആലിമീങ്ങളെ പരിഹസിക്കുക. നൗഷാദ് ചെയ്യണ പണിയാണിത്. നോക്കാണ് നിങ്ങൾ. ഇവൻ്റെ മേലെന്ന് ലോകത്ത് ഇബിലീസ് പോലും പരാജയപ്പെട്ടു പോകും, ഇബിലീസ് പോലും തോറ്റുപോകും. കാരണം ഇബിലീസും ഇത്രയും രംഗത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അത്രമാത്രം അന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൊണ്ട് പറഞ്ഞപ്പോൾ ഇബിലീസ് സുജൂദ് ചെയ്യാതെ നിന്നു പറഞ്ഞല്ലോ. അത് അവനായിരുന്നു ഏറ്റവും പിഴച്ച പിശാച് എന്നാ. അതിൻ്റെ അപ്പുറത്താണ് നൗഷാദ്. ഞാൻ പറയുമ്പോൾ ആരും വേദനിക്കണ്ട, പറഞ്ഞ മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ട് പറയാം. കേട്ടോക്കി എന്നിട്ട് പറയും. നിങ്ങൾ പറയുന്നത് ദർസ് നടത്തലാണ് അള്ളാഹുവിൻ്റെ മഅരിഫത്തിനുള്ള വഴിയെന്നാണ്. മുഴുവൻ ആലിമീങ്ങളും അങ്ങനെ തന്നെയാണോ പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ മഅരിഫത്തിനേക്കുള്ള വഴി ദർസ് നടത്തി അതിൽ അവൻ ശുഗലാവുക എന്നുള്ളത് തന്നെയാണ് അള്ളാൻ്റെ ദീനാ പഠിപ്പിക്കുന്നത്. അള്ളാൻ്റെ ദീന് പഠിപ്പിക്കുന്നതിൽ ശുഗലാവുക എന്നുള്ളത് തന്നെയാണ് മഅരിഫത്ത് കിട്ടാനുള്ള വഴി. ഏറ്റവും നല്ല മാർഗം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ലല്ലോ. പറഞ്ഞു കേട്ടോ, എൻ്റെ അവസ്ഥകളെ ഞാനൊന്ന് പരിശോധിച്ചു. ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസ്ഥകളെ ഗസാലി ഇമാം ഒന്ന് പരിശോധിച്ചു. എന്നിട്ട് പറയാം, ബാക്കി പറയാം. അലിബാക്കവിയൊക്കെ അടിവരയിട്ട് വായിക്കേണ്ട വാചകം അത്. അലിബാക്കവിയൊക്കെ അതൊരു പാട് കണ്ടതേങ്ങായി. അലിബാക്കവിയൊക്കെ അതൊരു പാട് കണ്ട് ദർസ് നടത്തിയ ആളല്ലേ. ഞാൻ ചെയ്യുന്ന അമലിൽ ഏറ്റവും നല്ല അമല് ദർസ് നടത്തലാണ്. ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് പറയാണ്, ഞാൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും നല്ലത് ദർസ് നടത്തലാണ്. ഇവൻ തന്നെ ഇത് പറയുന്നത് കേട്ടോ. ബലെ കാഴ്ചയിൽ ദർസ് നടത്തിയ നേരെ ഉസൂല, സുലൂക്ക്, മീസാൻ, സൈർ, ഫതുഹുൽ മുഈൻ, ഉസൂല്, തഫ്സീറും. അതാണ് പല സൈർ അതിലേക്ക് വരുന്നുണ്ട്. മോനെ നൗഷാദേ, ഇജ അതിലേക്കല്ല അതിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ടും കാര്യമില്ല. ഇജ 10,000 വട്ടം ജന്മം ജനിച്ചുകൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. എന്നെക്കൊണ്ട് അതൊന്നും നിർത്താനോ അതൊന്നും ശരിയാക്കാനോ നിന്നെ കൊണ്ട് കഴിയില്ലടാ. അത് എൻ്റെത് അല്ലാഹു തആല ഊരിക്കളഞ്ഞു. അത് അല്ലാഹു തആല എൻ്റെ ഇൽമൊക്കെ ഊരിക്കളഞ്ഞു. എനിക്കിപ്പോൾ ശൈത്താനീയത്തിൻ്റെ ഇൽമുള്ളത്. ഇമാം ഗസാലി തങ്ങൾ പറയാൻ, ഞാൻ എൻ്റെ ദർസ് നടത്തുമ്പോൾ അതിനെ ഞാനൊന്ന് നോക്കി, എന്താ ഇപ്പം എൻ്റെ ദർസിൻ്റെ അവസ്ഥ. ഗസാലി ഇമാമിനെയാണ് ഈ പരിഹസിക്കുന്നത്. ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വിഷയത്തെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് കളിയാക്കുക, പരിഹസിക്കുക. ഇതൊക്കെ മനുഷ്യനായി. ഫഇദാ അന ഫീഹാ മുഖ്ബിലുൻ അലാ ഉലൂമിൻ ഗൈരി മുഹിമ്മ. ഞാൻ ദർസ് നടത്തുന്നതിൽ അധികവും ഒരു ഉപകാരവും ഇല്ലാത്തതാണ്. ഒരു ഉപകാരമില്ല. ഫീ ത്വരീഖിൽ ആഖിറ. ചെഗ്മീനും മൈബദിയും കാലിയൊക്കെ അല്ലേ നമ്മളെ കൊല്ലങ്ങൾ തീർത്തത്. ഒരു മൻഫഅത്തും ജീവിതത്തിൽ അവിടെ ഉണ്ടായില്ല. ഫസ്റ്റ് മാർക്കൊക്കെ വാങ്ങിയ ആളാണ് ഞാൻ. അതിൽ നമുക്ക് കിട്ടാത്ത വിഷയമൊന്നുമല്ല. മന്തിക്ക് കിട്ടാത്തതുകൊണ്ട് എതിർത്തോന്നല്ല. കാരണം കാലി അന്തിയിലൊക്കെ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരുന്നു. പക്ഷെ അത് സമയം പോയി എന്ത് ചെയ്യാനാ. ആ സമയം നമുക്ക് വല്ല മശായിഖിൻ്റെ സുഹബത്തിലാവാണി വലിയ കാര്യമായിരുന്നു. കേട്ടില്ലങ്ങൾ? അതുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ ഇബിലീസിൻ്റെ ഇൽമാണ് ഇപ്പം ഇവനിക്കുള്ളത് എന്നാണ്. ഇവൻ്റെ ഇൽമ അല്ലാഹു തആല ഊരിക്കളഞ്ഞു എന്നാണ് പറയാൻ കാരണം. അപ്പം പറഞ്ഞു കേട്ടില്ല നിങ്ങൾ? ഇവൻ്റെ കിബിർ പറഞ്ഞു കേട്ടില്ല നിങ്ങൾ? മൈബദിയിലും ഖാദിയിലും മന്തിക്കിലൊക്കെ ഫസ്റ്റ് മാർക്ക് ഓനായിരുന്നു. പക്ഷെ എന്താ കാര്യം? ഒരു കാര്യമല്ല. അതുകൊണ്ട് ഒരു കാര്യമല്ല. മന്തിക്കൊണ്ടും അതാ മൈബദി കൊണ്ടും ഖാദി കൊണ്ടൊന്നും ഒരു കാര്യമല്ല. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഓൻ പറയാം, ഓൻ്റെ പോത്തെ അനക്കുന്നാല് രാത്രി മീമ്പ് ചൂണ്ടലിടാൻ പോയിക്കൂടെ ഇരുന്നില്ലേ? ചൂണ്ടലിടാൻ പോയിക്കൂടെ? നല്ല പൊയമീൻ തിന്നൂടെ ഇരുന്നില്ല എന്നാ എനിക്ക്? നല്ല പൊയമീൻ തിന്നൂടായിരുന്നില്ലേ? ഇജെന്തിനതിന് നിന്നത്? ഇതിന് നിന്നത്? ഇജ് വെറും ഒരു ഇബിനസക്കാകാൻ വേണ്ടിക്കൊണ്ട് എന്തിനാ ഇതിന് നിന്നെന്നാൽ ഈ പണിക്ക് നിന്ന് എന്തിനാ ഈ ജനങ്ങളെ പേപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു കാഴ്ചയിൽ ഇബിലീസ് എന്നറിയില്ലേ?
ഇബിലീസിനെ കണ്ടോലാരുമില്ലല്ലോ. ഇബിലീസിനെ കണ്ടോലാരെങ്കിലും ഉണ്ടോ? ഇബിലീസിനെ കണ്ടോലില്ല. പക്ഷേ ഇബിലീസിനെ ഇപ്പം ഒന്ന് കാണൽ തുടങ്ങി. അതാണ് നൗഷാദ് എന്ന് പറഞ്ഞ ഈ സാധനം. കാരണം ഓ പറഞ്ഞു കേട്ടങ്ങൾ കാളിയും മൈബദിയും അതുപോലെ തന്നെ മന്തിക്കൊക്കെ സമയം കളഞ്ഞു. ദർസ് അത് ഓതിയാണ്ട് സമയം കളഞ്ഞു. എന്നാൽ ഓനാണ് എല്ലാത്തിലും ഫസ്റ്റ് മാർക്ക്. എന്താ കാര്യമൊന്നുമില്ല. ഓൻ്റെ ചങ്ങായി എൻ്റെ നാവ് കൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ കഴിയുന്നുണ്ടല്ലോ. എൻ്റെ നാവ് കൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ കണ്ടു. എന്ത് മനുഷ്യനാച്ചൊക്കെ. എന്നാലും പല കാലിയിൽ എന്താണെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും അവിടെ അന്ന് ഇരുത്തിയിട്ടുണ്ടാകാം. അല്ലാ ഇവരെ കാലിയിൽ എന്താന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ ഇരുത്തിയിട്ടുണ്ടായിരിക്കാം. ഈ ശൈത്താൻ ഇവനാണ് ശംസുലുലമയിലാണ് ഇവൻ്റെ മാതൃക എന്നാണ് കൊണ്ട് നടക്കുന്നത്. ശംസുലുലമയിലാണ് മാതൃക. ഓഞ്ച മോയൻ്റെ ശംസുലുലമ കാളിയും പിന്നെ മൈബദിയും മന്തിക്കും കലക്കി കുടിച്ച് ഓതി കൊടുത്തിരുന്ന പണ്ഡിതനാ. ആ പണ്ഡിതനെ വരെ ശംസുലുലമയെ വരെ നീ നിസ്സാരപ്പെടുത്തിക്കൊണ്ടല്ലേ ഈ സംസാരിക്കുന്നത്? ഇജ് ആരെ പറയാത്ത ഗസാലി ഇമാമിനെ തരം താഴ്ത്തി സംസാരിക്കുന്ന നിനക്കെന്താ ശംസുലുലമ? നിനക്കെന്ത് AP ഉസ്താദ്? നിനക്കെന്ത് പിന്നെ ഇസ്ലാം? നിന്റെ സംസാരം മുഴുവനും ഒരു വെറും കുഫിരിയത്തിൻ്റെ വാദമാണ് വാദിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ രൂപത്തിൽ ഇങ്ങനെ പോയിട്ട് പറയാ സുമ്മ തഫക്കർതു ഫീ നിയതി ഫി തദ്രീസ്. പിന്നുള്ള നല്ല നല്ല ദർസുകളൊക്കെ ഉണ്ട്, തഫ്സീർ, ഹദീസ്, ഫിഖ് ഒക്കെ. അതിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, നല്ല ദർസ് തഫ്സീർ, ഹദീസ്, ഫിഖ്. ഖാദിയും മൈബദിയും മന്തിക്കും അതൊന്നും കിതാബല്ല, അതൊന്നും ഓതണ്ട. അതൊക്കെ ഒന്ന് പമ്പൈസാക്കാം. ഇങ്ങനത്തെ ഒരു ജാതി സാധനം നഊദു ബില്ലാ. പടച്ചോനെ, ഇതുപോലത്തെ തലി കിട്ടിയ മൊയന്താളെ കൂട്ടത്തിൽ നിന്ന് പടച്ച റബ്ബേജി ഞങ്ങളെ കാക്കണമല്ല. ഞങ്ങളെ ദീനിനെ കാക്കണം പടച്ചോനെ, ഞങ്ങളെ ദീനിനെ കാക്കണം. എൻ്റെ നിയ്യത്ത് ശരിയാണോ? എൻ്റെ നിയ്യത്ത് അള്ളാഹ്ക്ക് മാത്രമല്ല എന്ന് ഞാൻ കണ്ടെത്തി. അപ്പൊ എവിടെയാണ് പ്രശ്നം? ദർസന്നെയാണ് ഞാൻ നടത്തുന്നത്, പക്ഷെ അതിന്റെ നിയ്യത്ത് ശരിയല്ല. ആര്? ഇമാം ഗസാലി. ചെങ്ങായി, ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വിഷയം മനസ്സിലാക്കാൻ അനക്കൊന്നും കയ്യൂരടോ. അത് ഉസ്താദുമാരിൽ നിന്ന് മനസ്സിലാക്കി എടുക്കണം. ഉസ്താദുമാർ അതിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞു തരുന്നത് അത് മനസ്സിലാക്കി എടുക്കണം. അതാണ് ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു ആ പറഞ്ഞ വിഷയമൊക്കെ. മനസ്സിലായോ? അത്രയും തസവുഫിലാണ് ആ പറയുന്നത്. ഞാൻ ഈ രൂപത്തിൽ പോയാൽ പോരാ, ഇനി എനിക്കൊരുപാട് ഉയരണം എന്നുള്ളതാണ് ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു ആ പറയുന്നത്. അതിപ്പോൾ അനക്ക് തിരിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. ഇജ് വെറുതെ എൻ്റെ ആ മുന്നിലിരിക്കണ മൊയന്തുകളെ കളിയാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. എത്ര ആൾക്കാർ ഇജ് പേപ്പിക്കണ്. ആ സ്റ്റേജിൽ ഇരുന്ന് കാണ്ടിരിക്കണ മൊയന്തുകൾക്കൊക്കെ തീരെ അന്തല്ലേ. ദീനിനെ കളിയാക്കുമ്പോൾ നീച്ചു പോകേണ്ട മൊയന്തുകൾ ഞങ്ങളവിടുന്ന് ഈ ജാതി ബടുക്കൂസ് കയറിയാണ്ട് ഇസ്ലാമിനെ പറയിപ്പിക്കുമ്പോൾ ഇങ്ങനെ അല്ലാതെ ഇവനെ പറ്റി എന്താ പറയാന്ന്? ഈ രൂപത്തിലല്ലാതെ ഇവനെ എങ്ങനെ പറയാം? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ പരിശുദ്ധ ദീനിനെയാണ് ഇവൻ പരിഹസിക്കുന്നത്. പരിശുദ്ധ ദീനിനെ. ഇവനക്ക് ഇവൻ്റെ പണി നോക്കിയാൽ മതി. ഇവനക്ക് ഇവൻ ഷെയ്ഖിൻ്റെ ഒപ്പം കൂടി കള്ളൻ്റെ ഒപ്പം കൂടി കാണിച്ചാൽ ആ കള്ളൻ്റെ ഒപ്പം നടന്നാൽ മതി. പക്ഷെ ദീനിനെ പരിഹസിച്ചാൽ നമ്മൾ സംസാരിക്കേണ്ടി വരും ഇതുപോലെ. മനസ്സിന്റെ അടിത്തട്ടിൽ എഴുതി വെച്ചോ. ഞങ്ങൾക്ക് ആരോടും വെറുപ്പൊന്നുമില്ല, പക്ഷെ ആവശ്യമില്ലാത്ത വാദം ഉന്നയിച്ച് വരല്ല. കിതാബ് മുത്താല ചെയ്തിട്ട് വലിയും ആരിഫുമാണ്. ഇമാം ഗസാലി എന്തിനാ മക്കളെ ദർസിന്റെ നിയ്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പോയത്? ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു ചിന്തിക്കും ചങ്ങായി. ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു എവിടെയാണ്? എവിടെ കിടക്കുന്ന പണ്ഡിതനാ? എവിടെ കിടക്കുന്ന സൂഫിയ? അത്രയും വലിയ മഹാനാണ്. അത്രയും തസവ്വുഫിന്റെ ഏറ്റവും വലിയ നേതാവാണ് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു. ആ ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു അങ്ങനെ തന്നെ സംസാരിക്കാം. മടവൂർ ശൈഖുനാ സിയം വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സിറുൽ അസീസ് തങ്ങൾ പറഞ്ഞിരുന്നില്ലേ, അക്കാലഘട്ടത്തിൽ മഹാനായ മടവൂർ സിയം വലിയുള്ളാഹി ജദ്ബിന്റെ ഹാലിലേക്ക് പോയപ്പോൾ അക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ അന്ന് മഹാനായ മടവൂർ സിയം വലിയുള്ളാഹി എന്താ പറഞ്ഞത്? മടവൂർ സിയം വലിയുള്ളാഹി എന്ന് പറഞ്ഞ എന്താ അറിയോ? അത് മൂല്യന്മാരാണ്. ഓല് പഠിച്ചത് ഓല് പറയും. അതോര് പറയണം എന്നാ മടവൂർ സിയം വലിയുള്ളാഹി പറഞ്ഞേ. എൻ്റെ മാതിരി, എൻ്റെ കാട്ടുകളിൻ്റെ മാതിരി
ഒരു പണ്ഡിതൻ പറഞ്ഞ ആ പണ്ഡിതനെ വിമർശിക്കുക, ആ പണ്ഡിതനെ എടാ പോടാന്ന് വിളിക്കുക, ഇബിലീസ് ഷെയ്ത്താൻ എന്ന് വിളിക്കുക. അതല്ല, അത് ഷെയ്ത്താൻ അനുയായികളായ ഷെയ്ഖന്മാരും പിന്നെ മുരീദന്മാരുമാണ് ഈ രൂപത്തിൽ സംസാരിക്കുക, ജി പറഞ്ഞ സംസാരിക്കുക. ആ സമയത്ത് മടവൂർ CM വലിയുള്ളാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ സംസാരം അങ്ങനല്ലായിരുന്നു. അതങ്ങനല്ലായിരുന്നു. അതൊരു തസവുഫിൻ്റെ മാർഗത്തിലൂടെ നീങ്ങിയപ്പോൾ ആ രൂപത്തിലൂടെയായിരുന്നു മഹാനവറുകൾ സംസാരിച്ചിരുന്നത്. മഹാനവറുകൾ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അവർ പണ്ഡിതനാണ്, പണ്ഡിതനങ്ങനെ പറയും, ആലിമാണ്, ആലിം അങ്ങനെ പറയും എന്നായിരുന്നു മടവൂർ CM വലിയുള്ളാഹി പറഞ്ഞിനെ. ആടടാ അഞ്ഞപ്പറ്റി അങ്ങനെ പറഞ്ഞോ, എന്നാ ഓൻ സംസാരിക്കൂല, ഓൻ്റെ നാവ് കൊഴിഞ്ഞു പോ, ഇങ്ങനെ അല്ലായിരുന്നു മടവൂർ പറഞ്ഞിരുന്നത്. മനസ്സിലായ എനിക്ക്? ഇജ്ജ എവിടുന്ന വണ്ടി ഏരി? എന്റെ ദർസിന്റെ പ്രേരക വസ്തു ത്വലബുൽ ജാ, ആളുകൾക്കിടയിൽ സ്ഥാനം അത് തേടലാണ്. വൻതിശാറു സ്വീറ്റ്, പേരും പെരുമയുമാണ്. ഇനി കേട്ടോട്ടെ, നിങ്ങളെ ദർസിന്റെ അവസ്ഥയെ പറയണേ. ഫതയഖൻതു, ഞാൻ ഉറപ്പിച്ചു. കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിക്കോളും, നിങ്ങളുടെ ദർസിൻ്റെ അവസ്ഥയേട്ടോ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇവനീ പറയുന്നത്. മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ എന്താ, ഞാനെങ്ങാനും അത് ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം കിട്ടാനോ അതല്ലെങ്കിൽ പേരും പെരുമക്കുവാണോ എന്നെങ്ങാനും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ആകെ പൊളിഞ്ഞു പോകുമല്ലോ എന്ന് ചിന്തിക്കുകയാണ് ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു. അതിനെ ഇവൻ കോട്ടി മാറ്റിയിട്ട് പല രൂപത്തിലാക്കി മാറ്റുക. എന്നിട്ട് ദർസ് നടത്തുന്ന പണ്ഡിതന്മാരെ പരിഹസിക്കുക, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ദർസ് നടത്തുന്ന പണ്ഡിതന്മാരെ പരിഹസിക്കുക. ഇത് പരിഹസിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇവനെവിടെയും ദർസ് കിട്ടൂല, ഇവനെവിടെയും ദർസ് നടത്താൻ കഴിയും. കാരണം കുട്ടികളെ കിട്ടണ്ടേ. കാരണം ഇവൻ കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെയും പിന്നെ ശംസുൽ ഉലമ EK ഉസ്താദ് ആട്ടിത്തച്ച സുലൈമാൻ ബാബൻ്റെ ഒപ്പം നടക്കല്ലേ, സുലൈമാൻ ബാബനെ ആട്ടിത്തച്ചതാണ്. ആ ആട്ടിത്തച്ച സുലൈമാൻ ബാബൻ്റെ ഒപ്പമല്ലേ ഇപ്പം നടക്കുന്നത്? ഓൻ്റെ ഷെയ്ഖ് സുലൈമാൻ ബാബല്ലേ, ഓൻ്റെ ഷെയ്ഖ് കോമാട്ടുചാലിൽ അദ്ദു അല്ലേ. അപ്പോൾ ഈ അദ്ദുവിൻ്റെയും സുലൈമാൻ ബാബൻ്റെയും ഒപ്പം നടക്കുമ്പോൾ ഇവനും പമ്പേഴ്സും കുഞ്ഞേമതും മാത്രമേ ഉള്ളത്. പിന്നെ 4 തന്താരുള്ളത് അവിടെ ഇരിക്കണത്. ഇറ്റങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റുമോ? പിന്നെ ചെറിയ മദ്രസ പഠിച്ചനെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിച്ചനെ ഈ വരുന്ന ആൾക്കാരുടെ പേരക്കുട്ടികൾ, ഈ കുട്ടികളാണ് അവിടെ ഉള്ളത്. ഐറ്റങ്ങളിൽ ദർസ് കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ പിന്നെ ദർസ് കിട്ടാനില്ല, ദർസ് നടത്താനും പിന്നെ വകുപ്പില്ല, ഒരു വകുപ്പുമില്ല. നടത്തിയോടത്തോ നമ്മളിലായിരുന്ന സമയത്തും ദർസ് നടത്തിയിരുന്നു. ആ ദർസ് നടത്തിയോടത്ത് ഓൻ കാട്ടിക്കൂട്ടിയ പരാക്രമോ അത് നമുക്ക് പകല് പറയാൻ പറ്റൂല. പകല് പറയാൻ പറ്റൂല. അങ്ങനത്തെ കാട്ടിക്കൂട്ടൽ പരാക്രമം കാട്ടിയിട്ടാണ് ഓൻ അവിടുന്ന് പുറത്താക്കിയത്. എന്നിട്ട് ഇപ്പോൾ ദർസിനെ പരിഹസിച്ചു കൊണ്ടെടുക്കുക. കാരണം എന്താ? ദർസ് നടത്താൻ ഇവനാരും വിളിക്കൂല, ദർസ് നടത്താൻ ഇവൻ എവിടെയും കിട്ടൂല. കാരണം ഇവൻ ഈ പേച്ച ത്വരീക്കത്തിലാണ്, പേച്ച കാട്ടുകള്ളനോടൊപ്പാണ് എന്നുള്ളത്. കാരണം അള്ളാൻ്റെ റസൂലിൻ്റെ ജസദ് 1500 കിലോമീറ്റർ അകലെയാണ് മദീനത്തിൽ നിന്ന് എന്ന് പറഞ്ഞ ഇന്ന് ലോകത്തുണ്ടെങ്കിൽ അത് കോമാട്ടുചാലിൽ അദ്ദു മാത്രമല്ലേ. ആ അദ്ദുവിൻ്റെ ഒപ്പല്ലേ ഉള്ളത്.